ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാതെ ഡോൾ കേക്ക് സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4, 5, 6, 7, 8 ഇങ്ങനെ 5 ടിന്നോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് 4.5 കിലോ ആണ് കേട്ടോ കേക്കിൻ്റെ ഓർഡർ ഉള്ളത്. ഡോൾ കേക്ക് നമുക്ക് 1.5 കിലോ ആണ്. പിന്നെ നമുക്കൊരു സ്ക്വയർ കേക്കും ഹാഫ് kg കേക്കും ഉണ്ട് കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ കേക്കിൽ എനിക്ക് 8 ഇഞ്ചിൻ്റെ മോൾഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ബേക്ക് ചെയ്യണത്. എല്ലാ കേക്കും ഒരേ കസ്റ്റമർക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് ഡോൾ കേക്ക് അവരെ വീട്ടിൽ കട്ട് ചെയ്യാനും സ്ക്വയർ കേക്ക് ഓഫനേജിൽ കട്ട് ചെയ്യാനും പിന്നെ ഒരു ഹാഫ് kg കേക്ക് ആ മോളുടെ അംഗനവാടിയിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും വാനിലയാണ് ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർഫനേജിക്കുള്ള കേക്ക് നൈറ്റിലാണ്, ബാക്കിയൊക്കെ നമുക്കൊരു 11 മണിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ബേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് നമ്മളെല്ലാം ക്രം കോട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ടിന്നിലായിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൽ ടിന്നിൽ ഒറ്റ ലെയർ എടുക്കണുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ 2 ലെയർ വീതം കിട്ടുന്ന രൂപത്തിലാണ് കേട്ടോ ടിന്നിലൊക്കെ ബാറ്റർ ഫിൽ ചെയ്യണത്. അപ്പോൾ സ്ക്വയർ കേക്കാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ക്വയർ കേക്ക് 2 kg അവർക്ക് കട്ട് പീസായിട്ട് കട്ട് ചെയ്താനുള്ളതാണ്. അപ്പോൾ 48 പീസിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം അതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ഞാൻ അതിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോൾ കേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഓരോ കേക്ക് എടുത്തിട്ട് 2 ലെയർ വീതം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 8 ഇഞ്ചിന് മാത്രം ഒരു ലെയറുള്ളൂ, ബാക്കിയെല്ലാം 2 ലെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഡോൾ കേക്കിൻ്റെ മോഡൽ കിട്ടും. ഞാൻ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ടിന്നില്ല, ഞാൻ മേടിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഓരോരോ ടിൻ സൈസിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ ലെയർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കേക്കും വാനില ആയതുകൊണ്ട് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഇത് ഓഫനേജിലേക്കുള്ളത് ഞാൻ അത്യാവശ്യം നല്ലോണം ഫില്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്കിലൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് കസ്റ്റമർ പ്രത്യേകം നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫനേജിലെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ മക്കൾക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഓരോരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കേക്ക് കസ്റ്റമർക്ക് നല്ല ഹൈറ്റ് വേണമെന്ന് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചെയ്യണത്. നമ്മൾ നോർമലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത്രയും 2 ലെയർ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓരോരോ ലെയർ വെച്ച് ചെയ്താൽ മതി, അപ്പോൾ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. ഓരോ ടിന്നിൽ ഓരോ ലെയർ വീതം ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെ. ഇത് അത്യാവശ്യം ഹൈറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അത്രയും നല്ല ഹൈറ്റിൽ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്ര ഹൈറ്റിൽ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. നോർമലി നമുക്ക് ഡോൾ കേക്ക് ഞാൻ ഇതുവരെയും 1 kg തന്നെ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാ ബർത്ത്ഡേക്കും അവരെ വീട്ടിലെ എല്ലാ മക്കളെ ബർത്ത്ഡേക്കും ഓഫനേജിലേക്ക് കേക്ക് കൊണ്ടുപോകും. അതന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ കേക്കിന് നമ്മൾ ഇത്രയും ഹൈറ്റ് വരുമ്പോൾ തെന്നിമാറി പോകുമെന്നുള്ളൊരു ടെൻഷൻ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മൾ സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ഇപ്പം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്രീം ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ക്രീം നമുക്കിതിൽ വെക്കാനില്ല, ക്രം കോട്ട് ചെയ്തെടുക്കാനുള്ള ക്രീമില്ല. എൻ്റെ മോന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ബീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ അവന് ഉണരും. അപ്പോൾ ഞാൻ പിന്നെ ആ പണിക്ക് നിന്നില്ല, ജസ്റ്റ് ഉള്ളത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് നൈറ്റിലാണ് കേട്ടോ ചെയ്യണത്. ക്രീം ബീറ്റ് ചെയ്തിട്ട് സാവധാനമാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി നിൽക്കണതുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സ്ക്രൈപ്പർ യൂസ് ചെയ്താൽ തന്നെ നമുക്കറിയാം അതെവിടെയെന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡോൾ കേക്കിൻ്റെ ഷേപ്പായി കിട്ടും. അപ്പോൾ ഞാൻ ഡോളൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ അത്ര ഹൈറ്റ് തോന്നുന്നില്ല കേട്ടോ, നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഡ്രസ്സ് ഒരു ടിൻറ്റ് ബ്ലൂ ആയിരുന്നു. അപ്പോൾ അത്രയും ഡാർക്ക് കളർ വേണ്ടെന്ന് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ മതിയെന്ന് അവർ നമുക്കൊരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സിമ്പിളായിട്ടൊരു ഓയിൽ ബ്രഷ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അത് ഞാൻ പല രൂപത്തിൽ നമ്മൾ വെച്ച് ഡിസൈൻ ചെയ്തിട്ടൊന്നും എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ പാലറ്റ് നൈഫിൻ്റെ ഒരു സെറ്റ് കോംബോ കിട്ടുമല്ലോ പല സൈസിൽ, അതിലേറ്റവും ചെറുതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഡോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡോട്ടായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൻ്റെ നോസിൽ യൂസ് ചെയ്തിട്ട്
ഓരോ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡോളിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള കേക്കുകളൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡോളിനെ ഞാൻ നൈറ്റിൽ ഒരു ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു വാട്ടർ ബോട്ടിലിൽ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. താഴെ നല്ല കൂർമ്പായിട്ട് നിൽക്കുകയാണല്ലോ. ബാക്കി കേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേക്കും നമ്മൾ ഒരേ ടൈമിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് അംഗനവാടിയിലേക്കുള്ള കേക്കാണ്, 1/2 kg. അപ്പോൾ ഇതിന് അവർ ഒരു ഡിസൈനും വേണ്ട, നിങ്ങൾ തൽക്കാലം സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്രീമല്ലേ എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അത് പുറത്ത് വെച്ചിട്ട് ആകെ ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം അതങ്ങനെ ചെയ്തെടുത്തു. പിന്നെ മോൾഡ് നെയിമും ഒരു ബട്ടർഫ്ലൈയും കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡോൾ കേക്കിൻ്റെ ഫൈനൽ. നമ്മൾ ഒട്ടും കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കേക്കായിട്ട് നമ്മൾ ബോക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.